ഒരെണ്ണം മുകളിൽ കയറി പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ നിന്നൊന്നുമില്ല. മണി ഇങ്ങനെ നോക്കാൻ പോയില്ല, അങ്ങോട്ട് വിട്ടു. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് നോർമലായി വന്നുള്ളൂ. ഞാൻ മേഖലയിൽ പണിയില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വേലായുധൻ ചേട്ടൻ ഇപ്പം ഇവിടെയുണ്ട്. ചേട്ടൻ ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ തന്നെയാണ്. വേലായുധേട്ടൻ അന്നും രാവിലെയും കൂടെ അവിടെ ജോലി ചെയ്തിരുന്നു. ഉച്ചവരെ ജോലി ചെയ്തിട്ട് പോരാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ 4-5 സ്ഥലത്തേക്ക് പിള്ളേർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മുങ്ങണം, അവിടുന്ന് പോരണം, എന്നിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പണിയെടുത്ത പണിയോട് അവസാനിപ്പിക്കാൻ നിന്നു. ആ നേരത്തെ ഇപ്പോൾ ഇത് ഉണ്ടായി. എന്താ ഉണ്ടായി വെച്ചാൽ ഗുണ്ടും ഡൈനൊക്കെ നിറച്ചായിരുന്നു. 3-4 വിഭാഗമായിട്ട് ഇരുന്നേന്ന്. അവിടുന്ന് ഒരു 2 മണി 2:30 ആയിട്ടുകൊണ്ട് ഇത് മണ വ്യത്യാസം ഇതൊക്കെ തോന്നി. പിന്നെ ഒരു ഡൈന വന്ന് പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ മേപ്പിട്ടും കീപ്പിട്ടും നോക്കിയില്ല, ഞാൻ നേരെ വിട്ടു അങ്ങോട്ട് ഓടി. പിന്നെ ഉള്ള കാര്യക്ക് കുറച്ചധികമുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ. ചേട്ടൻ നേരെ ഓടി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ 4 മണി കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഓടി അവിടെ ചെന്നിരുന്നു, വെള്ളം കുടിച്ചു, കുറേ നേരം ഇരുന്ന് ആശ്വസിച്ചിട്ട് എനിക്ക് ഒരു മനസ്സിനൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാനും സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല മോളെ. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് നോർമലായി വന്നുള്ളൂ. പല പല സ്ഥലങ്ങളിലായിട്ടാണ് ജോലി ചെയ്യണത് പറഞ്ഞല്ലോ. അപ്പം ചേട്ടൻ പുറത്തായിരുന്നു അതോ അകത്തെ? പുറത്ത്. ചേട്ടൻ ശരിക്കും അവിടെ എന്താ ജോലി ഉണ്ടായിരുന്നത്? എനിക്ക് കരിമരുന്നിൻ്റെ പണിയിൽ ഞാൻ നിൽക്കാറ്. പക്ഷെ അന്ന് തിരി മുക്കിലായിരുന്നു. കരിന്തിരി മുക്കി ഇടാൻ ഇവിടേക്ക് തൃശ്ശൂർക്കൊക്കെ കത്തിക്കാൻ കൊണ്ടുപോണ്ടേ. അപ്പോൾ ആ പണിയിലായിരുന്നു ഞങ്ങളൊരു 4-5 ആൾ. വേലൂരിലെ വിൽസൺ, കുറച്ച് പെണ്ണുങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. സാബിൻ്റെ ഒരെണ്ണം മുകളിൽ കയറി പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ നിന്നൊന്നുമില്ല. മണി ഇങ്ങനെ നോക്കാൻ പോയില്ല, അങ്ങോട്ട് വിട്ടു. നേരെ അങ്ങോട്ട് ഓടി. അവിടെ ഓടി കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേനും വെള്ളത്തിന് വെച്ചിട്ട് പറ്റണില്ലേ. അപ്പോൾ അവിടെ ഇരുന്ന് ആ വീട്ടിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് അവിടുന്ന് വീണ്ടും ഓടി. പിന്നെ അവിടെ ഒന്നുമില്ല. ചേട്ടന് പൊള്ളലൊന്നും ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ താങ്ങാനുണ്ട്, എൻ്റെ മക്കളുടെ താങ്ങാനുണ്ട്. ഒരു രൂപ അറിയില്ല. പറഞ്ഞാൽ എന്താ ഉണ്ടായി, എന്താ സംഭവം എന്നുള്ള ഡെയിലി നിറയ്ക്കുന്നിടത്തേക്ക് നമ്മൾ പോവില്ല. കരിമരുന്നിൻ്റെ ആൾക്കാർ പോവില്ല. അതുപോലെ മറ്റുള്ള പണിക്ക് അങ്ങനെ ഓരോരോ പണിക്ക് ഓരോരോ ആൾക്കാരാണേ. അപ്പം അത് കാരണം അങ്ങനെ ഉണ്ടായി. എന്താ സംഭവിച്ചതെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. വേനൽക്കാലമായി അവർ വിളിക്കുമ്പോൾ പോവും. പിന്നെ എനിക്ക് തെങ്ങേറ്റം കഴിഞ്ഞേറ്റൊക്കെ തന്നെയായിരുന്നു നാട്ടിലെല്ലാം പണി. അപ്പോൾ അതിനുള്ള അതിന് പോവും. ഇനിയിപ്പോൾ വേറെ വല്ല കിണറ് പണി കിട്ടിയാൽ അതിന് പോവും. ഞാൻ ബാവലിക്ക് പോകണില്ല. ഞാൻ നല്ലൊരു 4 ഏക്കർ വണ്ടി മേടിച്ചിട്ട് 1 കിലോ കപ്പലിൻ്റെ വിറ്റാലും ഉണ്ട്. ഞാൻ വയറിൽ കഴിയുന്നുണ്ട്, മേടിക്കാനൊന്നുമില്ല. ഞാൻ മേഖലയിൽ പണിയില്ല. എൻ്റെ കൂടെ വരുമ്പോൾ 4 ആളല്ല 5 ആളുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അവിടെ ഒത്തിരി ചെന്നിരിക്കുമ്പോൾ അവർ അവിടെ നിന്ന് വന്ന് റൂമിൽ വന്നിട്ട് പിന്നെ എങ്ങടെ പോയെന്ന് എനിക്കറിയില്ല. റൂമിൽ വന്നിട്ടുണ്ട് ഇവിടെ പീറ്ററിൻ്റെ സ്ഥലത്ത്. അവിടെ വന്ന് അവർ പിന്നെ മുണ്ട് ഷർട്ടൊക്കെ മാറി എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഒരു രൂപയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇന്നലെയാണ് ഒന്ന് സംസാരിക്കാറായി മോളെ. ആകെ മനസ്സിനൊരു വിമിഷ്ടായിരുന്നു.